Hi dear students. ഇനി ഇങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ് എന്ന് പറയുന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന ക്യാപിറ്റൽ ഗെയിൻ സെക്ഷൻ 54 പ്രകാരമുള്ളതാണ്. സെക്ഷൻ 54 പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഓൺ ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ റെസിഡൻസ്. റെസിഡൻഷ്യൽ പർപ്പസസിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിനിന് സെക്ഷൻ 54 അനുസരിച്ച് എക്സംഷൻ കിട്ടും. എക്സംഷൻ കിട്ടണമെങ്കിൽ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ, ബിൽഡിംഗ് ഈസ് ഓൺഡ് ബൈ അൻ ഇൻഡിവിജ്വൽ ഓർ HUF. ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ആ പ്രോപ്പർട്ടി, ആ ബിൽഡിംഗ് ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ HUFO ഓൺ ചെയ്യുന്ന ബിൽഡിംഗ് ആയിരിക്കണം. മറ്റുള്ള പേഴ്സൺസിന് ഈ എക്സംഷൻ അവൈലബിൾ അല്ല എന്ന് ചുരുക്കം. രണ്ടാമത്, പ്രോപ്പർട്ടി ഷുഡ് ബി യൂസ്ഡ് ആസ് റെസിഡൻഷ്യൽ ഹൗസ്. ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ പർപ്പസസിന് ഉപയോഗിക്കുന്ന റെസിഡൻഷ്യൽ ഹൗസ് ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്, ഇൻകം ഓഫ് സച്ച് പ്രോപ്പർട്ടീസ് ടാക്സബിൾ അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിന് താഴെ ടാക്സിന് വേണ്ടി അസസ് ചെയ്യപ്പെടുന്ന ഒരു പ്രോപ്പർട്ടി ആയിരിക്കണം. നാലാമത്തെ കണ്ടീഷൻ, ഹൗസ് പ്രോപ്പർട്ടി ഷുഡ് ബി ഹെൽഡ് ബൈ അസസി ഫോർ മോർ ദാൻ 36 months ബിഫോർ ദി ട്രാൻസ്ഫർ. ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് 36 മാസത്തിൽ കൂടുതൽ അസസി ഹോൾഡ് ചെയ്തിരുന്ന ഒരു ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കണം. എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് മുമ്പ് 3 വർഷത്തേക്കാൾ കൂടുതൽ, 3 വർഷത്തിലേറെ കാലം അസസി ഹോൾഡ് ചെയ്തിരുന്ന ഒരു ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഹൗസ് പ്രോപ്പർട്ടി. അഞ്ചാമത്തെ കണ്ടീഷൻ എന്താണ്? അസസി ഷുഡ് പർച്ചേസ് എ റെസിഡൻഷ്യൽ ഹൗസ് വിത്തിൻ 1 year ബിഫോർ ഓർ 2 years ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓർ കൺസ്ട്രക്ട് എ റെസിഡൻഷ്യൽ ഹൗസ് വിത്തിൻ 3 years ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. അഞ്ചാമത്തെ ആ കണ്ടീഷൻ എന്താ പറയുന്നത്? അസസി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഈ റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള 1 വർഷത്തിനുള്ളിൽ, എന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നോ ആ ഡേറ്റിന് മുമ്പുള്ള 1 വർഷത്തിനുള്ളിൽ, അതല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ് കഴിഞ്ഞ ശേഷമുള്ള 2 വർഷത്തിനുള്ളിൽ ഒരു പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യണം. നിലവിലുള്ള വീട് വിൽക്കുന്നതിൻ്റെ മുമ്പുള്ള 1 വർഷത്തിനുള്ളിലോ നിലവിലുള്ള വീട് വിറ്റ് കഴിഞ്ഞ ശേഷമുള്ള 2 വർഷത്തിനുള്ളിലോ ഒരു പുതിയ റെസിഡൻഷ്യൽ ഹൗസ് അസസി പർച്ചേസ് ചെയ്തിരിക്കണം. അല്ലെങ്കിലോ നിലവിലുള്ള റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്ത ശേഷം, ട്രാൻസ്ഫർ ഡേറ്റ് കഴിഞ്ഞ ശേഷമുള്ള 3 വർഷത്തിനുള്ളിൽ ഒരു പുതിയ റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. ഇതാണ് അഞ്ചാമത്തെ കണ്ടീഷൻ. അതായത് നിലവിലുള്ള ഹൗസ് പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ഹൗസ് വിൽക്കുന്നതിൻ്റെ മുമ്പുള്ള 1 വർഷത്തിനുള്ളിലോ ശേഷമുള്ള 2 വർഷങ്ങൾക്കുള്ളിലോ ഒരു പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുകയോ, നിലവിലുള്ള റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത ശേഷമുള്ള 3 വർഷത്തിനുള്ളിൽ പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അഞ്ചാമത്തെ കണ്ടീഷൻ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഒരു ഉദാഹരണം പറയാം. ഒരു ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ എ ഹൗസ് പ്രോപ്പർട്ടി ഈസ് സോൾഡ് ഓർ ട്രാൻസ്ഫേർഡ് ഓൺ 15th June 2019. 2019 ജൂൺ 15-നാണ് ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വിൽക്കുന്നത്. അപ്പോൾ ഈ അഞ്ചാമത്തെ കണ്ടീഷനിൽ പറയുന്നത് ഈ 2019 ജൂൺ 15 മുമ്പുള്ള 1 വർഷം എന്ന് പറയുമ്പോൾ എന്ന് മുതലായിരിക്കും ആ വർഷം വരിക? അല്ലേ? എന്താ വരിക? 2015 ജൂൺ 2018 അല്ലേ? അപ്പോൾ 2018 ജൂൺ 15 മുതൽ 2019 ജൂൺ 15 വരെയുള്ള 1 വർഷം. ഈ വർഷത്തിനുള്ളിൽ, ഈ സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഒരു പുതിയ വീട് വാങ്ങിച്ചിരിക്കണം. അപ്പോൾ 2019 ജൂൺ 15-ന് വീട് വിൽക്കുന്നു. ആ വീട് വിൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 1 വർഷം എന്ന് പറയുമ്പോൾ 2018 ജൂൺ 15 മുതലാണ് അല്ലേ?
ആ സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഒരു പുതിയ ഹൗസ് പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി അസസി വാങ്ങിക്കണം. അതല്ലെങ്കിലോ ഈ ഡേറ്റ് കഴിഞ്ഞ ശേഷമുള്ള 2 വർഷത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ 2019 ജൂൺ 15-നാണ് ഈ വീട് വിൽക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞുള്ള 2 വർഷത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ എന്ന് വരും 15 ജൂൺ 2021 വരും അല്ലേ. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ 2019 ജൂൺ 15-ന് വീട് വിൽക്കുന്നു. ആ വീട് വിറ്റ ശേഷമുള്ള 2 വർഷം ഡ്യൂ ആവുന്നത് 2021 ജൂൺ 15-ആണ്. അതിനുള്ളിൽ എന്ത് ചെയ്യണം? പുതിയ വീട് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ 2018 ജൂൺ 15-നും 2019 ജൂൺ 15-നും ഇടയ്ക്കുള്ള സമയത്ത് എപ്പോഴെങ്കിലും ഒരു പുതിയ വീട് പർച്ചേസ് ചെയ്യണം. അതല്ലെങ്കിൽ 2019 ജൂൺ 15-ന് ശേഷം എന്നാൽ 2021 ജൂൺ 15-നുള്ളിൽ ഒരു പുതിയ വീട് പർച്ചേസ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 2022 അല്ലേ എന്ന് പറയുമ്പോൾ 2019 വീട് വിൽക്കുകയാണെങ്കിൽ 3 വർഷത്തിനുള്ളിൽ വീട് വിൽക്കുന്നത് 2019 ജൂൺ 15-ആണ്. 2019 ജൂൺ 15 കഴിഞ്ഞ് 3 വർഷം എന്ന് പറയുമ്പോൾ 2022 ജൂൺ 15-ആണ് അല്ലേ. അതിനുള്ളിൽ എപ്പോഴെങ്കിലും പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. ഇതാണ് ആ കണ്ടീഷനകത്ത് പറയുന്നത്. നിലവിലുള്ള വീട് വിൽക്കുന്നതിൻ്റെ മുമ്പുള്ള 1 വർഷത്തിനുള്ളിലോ ശേഷമുള്ള 2 വർഷങ്ങൾക്കുള്ളിലോ ഒരു പുതിയ വീട് വാങ്ങുകയോ അതല്ലെങ്കിൽ നിലവിലുള്ള വീട് വിറ്റ ശേഷം ട്രാൻസ്ഫർ ചെയ്ത ശേഷമുള്ള 3 വർഷങ്ങൾക്കുള്ളിൽ എപ്പോഴെങ്കിലും ഒരു പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്തിരിക്കണം. ഇതാണ് 5-ാമത്തെ ആ കണ്ടീഷനകത്ത് പറയുന്നത്. ഇനിയുടെ മറ്റു കാര്യം പറയുന്നത്, ഇഫ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഡസ് നോട്ട് എക്സീഡ് ₹2 crore, assessee may at his option purchase or construct 2 residential houses instead of 1. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ 3 വർഷമെങ്കിലും ഹോൾഡ് ചെയ്ത ശേഷമാണ് നിലവിലുള്ള പ്രോപ്പർട്ടി വിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ്? ലോങ് ടൈം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ് ആണ് അല്ലേ. അപ്പോൾ ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകും? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകും. ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ട് 2 കോടി രൂപയിൽ അധികമല്ല എന്നുണ്ടെങ്കിൽ 2 കോടി രൂപ വരെ അതിനുള്ളിലെ എമൗണ്ട് മാത്രമാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനായി നിലവിലുള്ള പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് കിട്ടുന്നത് എങ്കിൽ അസസിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞത് മുമ്പുള്ള 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ശേഷമുള്ള 2 വർഷങ്ങൾക്കുള്ളിൽ ഒരു വീട് പർച്ചേസ് ചെയ്യാം അല്ലേ. അതല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡേറ്റ് കഴിഞ്ഞ് 3 വർഷങ്ങളിൽ പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഹൗസാണ് പറയുന്നത്. വേണമെങ്കിൽ 2 കോടി രൂപ വരെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് കിട്ടുന്നതെങ്കിൽ ഈ പറഞ്ഞ ഒരു വീട് എന്നതിന് പകരം 2 വീട് വരെ എന്ത് ചെയ്യാം? അവർക്ക് കൺസ്ട്രക്ട് ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ ഈ സമയത്തിനുള്ളിൽ ചെയ്യാൻ കഴിയും. ഇഫ് അസസി എക്സസൈസ്ഡ് ദിസ് ഓപ്ഷൻ ഇൻ എനി അസസ്മെന്റ് ഇയർ, he cannot exercise it any other assessment year. അപ്പോൾ ഏതെങ്കിലും ഒരു വർഷം ഒരു അസസി ഈ രീതിയിലുള്ള ഒരു എക്സംഷൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു നിലവിലുള്ള വീട് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച് ഒരു പുതിയ വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്താൽ, ഒന്ന് പറയുമ്പോൾ 2 വരെ ആവാം, 2 കോടി രൂപ വരെ ലോങ് ടൈം ക്യാപിറ്റൽ 2 വീട് വരെ ആവാം. അപ്പോൾ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? വേറൊരു വീട് ഇയാൾ വിറ്റുകൊണ്ട് പകരം ഒരു പുതിയ വീട് വാങ്ങുന്ന സമയത്ത് ഈ പറയുന്ന എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഈ 5 കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്ന ഒരു അസസി ആണെങ്കിൽ ആ അസസിക്ക് നിലവിലുള്ള വീട് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന് എക്സംഷൻ സെക്ഷൻ 54 പ്രകാരം കിട്ടും. എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? കോസ്റ്റ് ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ്ഡ് ഓർ കൺസ്ട്രക്റ്റഡ് and the amount deposited under capital gains account scheme 1988 on or before due date of filing return. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ഇനി നമ്മൾ പറഞ്ഞ എക്സംഷൻ ലിമിറ്റ് വരെയുള്ള എമൗണ്ട് കുറക്കാൻ പറ്റും. എന്താണ് എക്സംഷൻ ലിമിറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു, മുമ്പുള്ള 1 വർഷത്തിനുള്ളിലോ ശേഷമുള്ള 2 വർഷങ്ങൾക്കുള്ളിൽ പുതിയ വീട് പർച്ചേസ് ചെയ്യാം അല്ലേ. ആ വീട് പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് ഉണ്ടാവും. ആ കോസ്റ്റ് എന്ത് ചെയ്യാം? നിലവിൽ വിറ്റ വീടിൻ്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് അത് കുറക്കാം. ഓക്കെ. അതല്ലെങ്കിൽ നിലവിലുള്ള വീട് വിറ്റ ശേഷമുള്ള 3 വർഷത്തിനുള്ളിൽ പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ, നിർമ്മിക്കുകയാണെങ്കിൽ ആ വീട് നിർമ്മിക്കാൻ വന്ന കോസ്റ്റ് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ടിൽ നിന്ന് കുറക്കാം. ഓക്കെ. ഇനി ഈ പറയുന്ന എമൗണ്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ട്
ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫയൽ ചെയ്യേണ്ട ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ട്. അത് സാധാരണ പറയാറുള്ളത് ഓഡിറ്റിംഗ് ആവശ്യമില്ലാത്ത അസസി ആണെങ്കിൽ ജൂലൈ 31 ആണ്. അസസ്മെന്റ് ഇയറിലെ ജൂലൈ 31 തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡേറ്റിനുള്ളിൽ ഈ വീട് നിർമ്മിക്കാനോ വാങ്ങാനോ വേണ്ടി ഉപയോഗിക്കുന്ന എമൗണ്ട് നിലവിലുള്ള വീട് വിറ്റ സമയത്ത് കിട്ടുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ട് ഒന്ന് കുറക്കാം. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മുഴുവൻ എമൗണ്ടും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ട് പൂർണ്ണമായിട്ടും ഈ പറയുന്ന സമയത്തിനുള്ളിൽ പുതിയ വീട് നിർമ്മിക്കാനോ വാങ്ങാനോ ഉപയോഗിക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ ആ എമൗണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീം എന്ന് പറയുന്ന ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ ഓപ്പൺ ചെയ്യാവുന്ന ഈ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന്ന് എക്സംഷൻ കിട്ടുമെന്നുള്ളതാണ്. ഒരു ചെറിയ എക്സാമ്പിളോടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, നിലവിലുള്ളൊരു വീട് വിൽക്കുന്ന സമയത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഒരു 5 ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത്. 5 ലക്ഷം രൂപയാണ്. ഓക്കെ, ഈ 5 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇയാൾക്ക് എന്ത് ചെയ്യാം, വീട് വിൽക്കുന്നതിൻ്റെ മുമ്പുള്ള ഒരു വർഷത്തിനുള്ളിലോ ശേഷമുള്ള 2 വർഷങ്ങൾക്കുള്ളിലോ പുതിയ ഒരു വീട് പർച്ചേസ് ചെയ്യാം അല്ലേ. അതല്ലെങ്കിൽ ശേഷമുള്ള 3 വർഷങ്ങൾക്കുള്ളിൽ ഒരു പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ എന്ന് പറയുന്നത് ജൂലൈ 31 ജൂലൈ 31 ഇപ്പോൾ നിലവിലുള്ള വീടുകൾ വീട് വിറ്റപ്പോൾ ഇയാൾക്ക് 5 ലക്ഷം രൂപ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി എന്ന് അസ്യൂം ചെയ്യാം. ഈ 5 ലക്ഷം രൂപയിൽ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ജൂലൈ 31 എന്ന് പറഞ്ഞ ഡേറ്റ്, അതിനുള്ളിൽ ഇയാൾ വീട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഇയാൾ ഉപയോഗിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സംഷൻ്റെ എമൗണ്ട് കുറക്കുമ്പോൾ ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54 എന്ന് പറയുന്നതോടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ കേസിൽ ജൂലൈ 31 എത്ര എമൗണ്ട് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനോ പർച്ചേസിനോ വേണ്ടി ചിലവാക്കുന്നുണ്ട് അത്ര എമൗണ്ട് എക്സംഷനായിട്ട് കുറക്കാം. ഉദാഹരണത്തിന് 3 ലക്ഷം രൂപ ഇയാൾ അത്രയും സമയത്തിനുള്ളിൽ വീടിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ആ 3 ലക്ഷം രൂപ എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ അല്ലേ എന്ന് പറയുന്ന എമൗണ്ട്, അതായത് ഇവിടെ ഡ്യൂ ഡേറ്റ് ആയിട്ടുള്ള 2020 നമ്മുടെ കറണ്ട് കേസ് 2020 ജൂലൈ 31 കൺസ്ട്രക്ഷന് വേണ്ടി 3 ലക്ഷം രൂപയാണ് ഇയാൾക്ക് ചിലവാക്കാൻ കഴിഞ്ഞത്. ശരിക്കും ഇയാൾക്ക് എത്ര സമയമുണ്ട്, 2 വർഷം സമയമുണ്ട് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്ന ഈ വീട് വിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 15 ജൂൺ 2019 2019 ജൂൺ 15 തീയതിയാണ് നിലവിലുള്ള വീട് വിൽക്കുന്നത് അല്ലേ. ആ വീട് വിൽക്കുന്ന സമയത്ത് കിട്ടിയ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനാണ് 5 lakh rupees എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം ഇയാൾക്ക് 2021 ജൂൺ 15 വരെ പുതിയ വീട് വാങ്ങിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. 2022 ജൂൺ 15 വരെ പുതിയ വീട് നിർമ്മിക്കാനുള്ള സാവകാശം കിട്ടുന്നുണ്ട്. പക്ഷേ എക്സംഷൻ ക്ലെയിം ചെയ്യുമ്പോൾ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ആ ഡേറ്റിനുള്ളിൽ എത്ര എമൗണ്ട് ചെലവാക്കിയോ ആ എമൗണ്ടിന് എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, 3 ലക്ഷം രൂപ ഇയാൾ ആക്ച്വലി വീടിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ജൂലൈ 31 വരെ ഇദ്ദേഹം ചെലവാക്കി. ഇനി ബാക്കി 2 ലക്ഷം രൂപ ചെലവാക്കുന്നില്ല, ഇയാൾ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 5 ലക്ഷം രൂപയിൽ നിന്ന് ഈ 3 ലക്ഷം രൂപ എക്സംഷനായിട്ട് കുറച്ച് ബാക്കി 2 ലക്ഷം രൂപയാണ് ഈ വർഷം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനായി ടാക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതേസമയത്ത് അസസിക്ക് വേണമെങ്കിൽ എന്ത് ഓപ്റ്റ് ചെയ്യാം, ഈ വീട് നിർമ്മിക്കാനോ അതല്ലെങ്കിൽ വീട് വാങ്ങാനോ ജൂലൈ 31 അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ അതുവരെ ഉപയോഗിച്ച എമൗണ്ട് കഴിഞ്ഞ് വല്ല എമൗണ്ടും ബാക്കിയുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറഞ്ഞ സ്കീം പ്രകാരം ഡെപ്പോസിറ്റ് ചെയ്യാം. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിനും എക്സംഷൻ കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുക, നമ്മൾ ഇവിടെ ബാക്കി 2 ലക്ഷം രൂപയുണ്ട് അല്ലേ. ആ 2 ലക്ഷം രൂപകൾ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഇനി ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം, ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഈ പറയുന്ന ബാക്കി 2 ലക്ഷം രൂപയും ഇദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ജൂലൈ 31 വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ജൂലൈ 31 അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ അതിനുള്ളിൽ വീട് നിർമ്മിക്കാനോ വാങ്ങാനോ വേണ്ടുന്ന ചെലവും ഇനി ആ എമൗണ്ട് കഴിച്ച് ബാക്കി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ എക്സംഷൻ കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കി വരുന്ന എമൗണ്ടിന് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരുന്നത് അതിൽ നിന്ന്
3 ലക്ഷം രൂപ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ച എമൗണ്ടും 2 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടും മൊത്തം 5 ലക്ഷം രൂപ എക്സംഷനായിട്ട് കിട്ടും. അങ്ങനെ എക്സംഷൻ വന്നു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉള്ളത് അല്ലേ. ആ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ 5 ലക്ഷം രൂപ എക്സംഷൻ കിട്ടി, 3 lakh പ്ലസ് 2 lakh. ബാക്കി ടാക്സബിൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന എമൗണ്ട് ഇവിടെ എന്താകും വരിക, 5 ലക്ഷം മൈനസ് 5 ലക്ഷം, then there is no taxable long term capital gain. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന എമൗണ്ട് ഇവിടെ നില്ലാണ്, ടാക്സബിൾ ആയിട്ടുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നില്ലാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 ലക്ഷം രൂപ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ അതിനുള്ളിൽ ഇദ്ദേഹം വീടിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചു. ബാക്കി എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആകെ ഈ 3 ലക്ഷം രൂപ മാത്രമേ കുറക്കാൻ പറ്റുള്ളൂ. റുപ്പീസ് 3 lakh മാത്രമാണ് എക്സംഷൻ ആയിട്ട് അങ്ങനെയാകുന്ന സമയത്ത് കിട്ടുക. ബാക്കി വരുന്ന അല്ലെ 5 ലക്ഷം മൈനസ് 3 ലക്ഷം, ബാക്കി 2 ലക്ഷം എന്ത് ചെയ്യേണ്ടി വരും, ഈ വർഷത്തെ ടാക്സബിൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഇൻകത്തിന്റെ കൂടെ ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഇതാണ് അതിന്റെ എക്സംഷൻ ലിമിറ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ എന്ന് പറയുന്ന ഡേറ്റിനുള്ളിൽ എത്ര രൂപയാണോ വീടിന് നിർമ്മാണത്തിനോ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ അത്രയും എമൗണ്ടിന് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ആ എമൗണ്ട് ബാക്കി വരുന്ന എമൗണ്ട് വേണമെങ്കിൽ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്താലും മതി. എന്താണ് ഈ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിന്റെ ഉദ്ദേശം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചാണെങ്കിൽ അല്ലെ, ഇവിടെ 2019 ജൂൺ 15 നിലവിലെ വീട് വിൽക്കുന്നതെങ്കിൽ 2021 ജൂൺ 15 വരെ ഇയാൾക്ക് വീട് വാങ്ങാനുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പൊ പക്ഷെ 2020 ജൂലൈ 31 നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ട് ചെലവാക്കിയോ ആ എമൗണ്ടിന് എക്സംഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ സമയത്ത് ബാക്കി വരുന്ന എമൗണ്ടിനെ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പർപ്പസ് എന്താണ്, നമുക്ക് പിന്നീട് ഈ 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യാൻ വേണ്ടിയാണ് ആ ഫണ്ട് മാറ്റിവെക്കുന്നത്. ആ ഫണ്ട് അതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2021 ജൂൺ 15 ഇയാള് ഈ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലെ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, പുതിയ വീട് പർച്ചേസ് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ 2022 ജൂൺ 15 ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് വീട് നിർമ്മിച്ചിരിക്കണം. അങ്ങനെ ഈ എക്സ്പയറി ആകുന്ന 2021 ജൂൺ 15 2022 ജൂൺ 15 വീട് വാങ്ങിക്കാനും നിർമ്മിക്കാനുമുള്ള എക്സ്പയറി ഡേറ്റ് ആണ്. ആ ഡേറ്റിനുള്ളിൽ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു 5 ലക്ഷം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയതിൽ 3 ലക്ഷം വീടിന് വേണ്ടി ഈ വർഷം ഉപയോഗിച്ചു കഴിഞ്ഞു. ബാക്കി 2 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ചു. 2 വർഷം എക്സ്പയറി കഴിഞ്ഞിട്ടും ഈ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ 2 ലക്ഷം രൂപ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ 2 ലക്ഷം രൂപയിൽ 1.5 ലക്ഷം രൂപ മാത്രമാണ് നമുക്ക് 2 വർഷം കൊണ്ട് വീട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിച്ചുള്ളൂ എങ്കിൽ ബാക്കി വരുന്ന എമൗണ്ട് റുപ്പീസ് 50,000 ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഇൻ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറയുന്നത്. ഈ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഈ പറഞ്ഞ എക്സ്പയറി ആകുന്ന ആ വർഷം എന്ത് ചെയ്യേണ്ടി വരും, അതിന് വീണ്ടും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയി കണക്കാക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ എക്സാമ്പിളിനകത്താണെങ്കിൽ 2 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് മാറ്റിവെച്ചു. ആ 2 ലക്ഷം രൂപ ഈ വർഷത്തെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ ആയിട്ട് കുറച്ചു അല്ലേ. ഈ 2 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യണം, 2 വർഷത്തിനുള്ളിൽ പുതിയ വീട് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് പുതിയ വീട് നിർമ്മിക്കണം. അപ്പൊ ഈ 2 വർഷം കഴിഞ്ഞിട്ടും ഈ 2 ലക്ഷം രൂപ പൂർണ്ണമായിട്ടും ഈ വീടിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 1.5 ലക്ഷം രൂപയെ ഈ വീടുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ വീണ്ടും 50,000 രൂപ ബാലൻസ് വരും അല്ലേ. അപ്പൊ ആ എക്സ്പയറി ആകുന്ന ആ വർഷം ആ 50,000 രൂപ എന്ത് ചെയ്യണം, ഈ അസസിയുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കപ്പെടണം. മറ്റൊരു കാര്യം പറയുന്നത്, ഇഫ് ന്യൂ ഹൗസ് ട്രാൻസ്ഫേർഡ് വിത്തിൻ 3 years the capital gain on such a transfer is taxable along with the capital gain already exempted as short term capital gain in the year of transfer. ഇനി ഇവിടെ പുതിയൊരു ഹൗസ് വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്തു. ഓക്കെ, അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അതുമായി ബന്ധപ്പെട്ട് നേരത്തെ കിട്ടിയ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കുറച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പുതിയ വീട് വാങ്ങിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വീട്
3 വർഷമെങ്കിലും എന്ത് ചെയ്യണം, ഈ അസസി അത് ഹോൾഡ് ചെയ്യണം. 3 വർഷത്തിനുള്ളിൽ ആ വീട് വേറെ ആർക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അഥവാ ഈ രീതിയിൽ വാങ്ങിച്ച നിലവിലുണ്ടായിരുന്ന അസറ്റ് വിറ്റ ശേഷം കിട്ടിയ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ചുകൊണ്ട് പുതിയ വീട് വാങ്ങിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ അത് വിൽക്കാൻ പാടില്ല. വിൽക്കുകയാണെങ്കിൽ ആ വിൽക്കുന്ന സമയത്ത് എന്ത് വരും, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും അല്ലേ. ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൻ്റെ കൂടെ നേരത്തെ കിട്ടിയ എക്സംഷൻ എമൗണ്ട്, മുമ്പ് ഉള്ള വീട് വിറ്റപ്പോൾ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കുറച്ചിട്ടുണ്ടാവും ഈ പുതിയ വീട് വാങ്ങിച്ചപ്പോൾ. ആ പുതിയ വീടുമായി ബന്ധപ്പെട്ട് നേരത്തെ എക്സംഷൻ കിട്ടിയ എമൗണ്ടും ഇപ്പോൾ ഈ പുതിയ വീട് വിൽക്കുന്ന സമയത്തുണ്ടാകുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും കൂട്ടുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെ ഈ വീട് വിൽക്കുന്ന വർഷം ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കപ്പെടണം. അപ്പോൾ 3 കൊല്ലം വരെ പുതിയ വീട് വിൽക്കാൻ പാടില്ല എന്ന് ചുരുക്കം. അതിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ ആ വീട് വിൽക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും അല്ലേ. ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കൂടെ നേരത്തെ എന്തെല്ലാം എക്സംഷൻ ഈ വീടുമായി ബന്ധപ്പെട്ടത് കിട്ടിയിട്ടുണ്ടോ, സെക്ഷൻ 54 പ്രകാരം കിട്ടിയിട്ടുണ്ടോ, ആ എമൗണ്ടൊക്കെ നമ്മൾ ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോടെ കൂട്ടിയിട്ട് ഈ വിൽക്കുന്ന വർഷം ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഈ അസസിയുടെ ഇൻകത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. ഇതാണ് സെക്ഷൻ 54-നകത്ത് പറയുന്നത്. ഓക്കെ, താങ്ക് യു.